നമസ്കാരം പ്രസാദേട്ടാ. ഇത് നമ്മളെ പ്രസാദേട്ടനാണ്. നമ്മളെ അരിമ്പൂര് എന്നല്ല, എറവാണ്, കാഞ്ഞാണി. അപ്പം നമ്മളെ ഗ്രൂപ്പ് മെമ്പറാണ്, ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ പ്രസാദേട്ടൻ്റെ കൃഷി വിശേഷങ്ങളാണെന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, നമ്മൾ പ്രഷർക്കായിട്ട്. അപ്പോൾ പ്രസാദേട്ടൻ്റെ ഒരു ലൈഫ് നിത്യജീവിതം തുടങ്ങുന്നത് ഈ വക കാര്യങ്ങളിൽ കൂടെയാണ്. ആളുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോണിക്, വെർട്ടിക്കൽ മിസ്റ്റ് സ്പ്രേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ്. അതെല്ലാം ആള് വൺ ബൈ ആയിട്ട് ഇത് പറഞ്ഞോളും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഇത് ഹൈഡ്രോപോണിക്സിൽ ടവറാണ്. ഇത് ടവറിലാണ്. ഇതിലെല്ലാവരും വെള്ളം വീണോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഇതിൽ മണ്ണില്ല, മണ്ണില്ലാത്തതാണ് അല്ലേ? കണ്ട, ഇതാണ് ഈ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത. ഇതില് എന്തും ചീര, അതെന്താണ് ഇത്? തങ്കര ചീര, പൊന്നാങ്കണ്ണി ചീര അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ മണ്ണില്ലാണ്ട് ആ വേരുകൾ വെള്ളം വലിച്ചു കൊടുത്തുകൊണ്ട്, കാരണം വെള്ളം ഒഴുകി പോകുന്നോണ്ട് ചീയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ. പല കർഷകരുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും പ്രസാദേട്ടൻ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ആള് ഒത്തിരി സ്പോട്ടുകളിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ ഞാനിതിൽ അടിയിൽ നമ്പർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞോളൂ. ഇനി വെർട്ടിക്കൽ ഗാർഡനിലെ ഹൈഡ്രോപോണിക്സ്, ഇതിലും മണ്ണില്ലാത്ത കൃഷി പരിമിതമായ സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇതില് സെയിം സംഭവം, അത്രയും വേരോടാണല്ലോ. ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് വെച്ചിട്ട്? ഇതിപ്പോ വെച്ചിട്ട് 2.5 മാസം കൊണ്ടുള്ള വളർച്ചയാണ് കാണുന്നത് കണ്ടേ, വേരിന്റെ. ഓക്കെ. ഇതിൽ നമുക്ക് വേറെ ചെടികൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് കുക്കുംബറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുക്കുംബർ അല്ലേ? അപ്പൊ ഇതിങ്ങനെ നീളത്തിൽ ഇതെല്ലാം ആള് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുള്ളതാണ്, ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. അപ്പം മറ്റുള്ള കർഷകർ വരുമ്പോൾ കാണിച്ചെടുക്കാൻ ചെയ്യാലോ. പിന്നെ ഇവിടെ ഇതെല്ലാം ഈ നമ്മളെ ഗ്രൂപ്പിലെ ആള് പോസ്റ്റ് ചെയ്തിരുന്നു, സീസണലി കൃഷി എല്ലാം. ഈ ഏത് നനയാണിത്? ഇത് തിരുനന. ഇവിടെ കണ്ടോ, തിരുനനയുടേതാണ്. ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. കണ്ടോ, നല്ല രീതിയിൽ എല്ലാം. വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് സെക്കൻഡാണിത്, എടുക്കാത്തതാണിത് ഈ നിൽക്കുന്നത്. പ്ലസ് ഇതിൽ എന്താ പറയുക, കേബേജും ഉണ്ടായിട്ടുണ്ട്. കേബേജിന്റെ എവിടെയാണ്? കേബേജ് ഇവിടെ ഉണ്ട്. അതെല്ലാം നേരത്തെ വിളവെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ കേബേജാണ് നിൽക്കുന്നത്. ഇതെല്ലാം ആള് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കൃഷികൾ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് മിസ്റ്റാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അപ്പൊ ഇപ്പോഴത്തെ പ്രധാന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം വേണ്ട നമ്മളെ മിസ്റ്റ് സ്പ്രേ ആണ്. അത് ഒന്ന് ഡെമോ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് 2-3 സ്ഥലത്ത് ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിയാനും അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാനും, നമ്മളെ രാജപത്രേട്ടന്റെ വീട്ടിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ, ഒരു കർഷകന്റെയാണ്. അപ്പോൾ ആളുടെ ഒരു ഇംപ്ലിമെന്റ് നമ്മൾ എന്താണെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ ആൾ പറഞ്ഞു തരും എല്ലാതും. കണ്ടോ, ഈ മിസ്റ്റിലാണ്. ഈ മിസ്റ്റിൽ ആണ് തന്നെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് ഒരു ചീര കണ്ട, ഇതെന്താണ് ഈ ചീരയുടെ പേര്? സ്ട്രോബെറി. കണ്ട, സ്ട്രോബെറിമിൽ ആ മിസ്റ്റിമെന്ന് വീണിട്ടുള്ള വെള്ളമാണ് കാണുന്നത്. ഇതിങ്ങനെ എല്ലായിടത്തും ആള് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ. പ്ലസ് ഇവിടെ ആള് സമ്മിശ്ര കൃഷിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോഴികളുണ്ട്, വെറൈറ്റി കോഴികൾ ആണ്. ഇനി വേറെയും കോഴികളുണ്ട്. ഇതിപ്പോ ഇവിടെ കുറച്ച് കോഴി ഉണ്ടായിരുന്നെല്ലാം വിറ്റ് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് കോഴി കാലി. ഇവിടെയും ഇതിനെന്താ പറയുക കോഴികളെ? അമേരിക്കൻ ഫ്രിസൽ. ഇറ്റാലിയൻ മുപ്പര് കെട്ടിട്ടിരിക്കണത് അല്ലേ? എനിക്ക് ഇവർക്കൊക്കെയുള്ള തണവിന് വേണ്ടിയിട്ടാണ് ഈ മിസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ എനിക്കും എന്റെ മേലൊക്കെ മഞ്ഞന്റെ ഒരു സംഗതിയാണ് കാണുന്നത് മുഴുവൻ. ഇതെല്ലാം പരീക്ഷണാർത്ഥം. ഇതെന്താണ്? ആപ്പിള് കേട്ടോ. ഇത് പ്ലാവ, ആയുഷ് ജാക്ക് ആണ് അല്ലേ? മൊത്തം നമുക്ക് ഈ ചെണ്ടുമല്ലി എപ്പോ വേണമെങ്കിലും നമുക്ക് സീസണിലൊന്നുമില്ല അല്ലേ? ഏത് സീസണിലും വരും അല്ലേ? കീടങ്ങളുടെ. ഇതെന്താന്ന് പറഞ്ഞ? ഇത് സ്ട്രോബെറി അല്ലേ? ഇതാണ് ഇത്ര തിരിയന നമ്മള് പറയുന്ന രീതിയിലുള്ള അത്ര തിരിയന. കണ്ടോ, ഈ ഗ്രോ ബാഗിന്റെ അടിയില്
ഓൾറെഡി തിരുനനയുടെ സംവിധാനം ഇരിക്കുന്നത് അല്ലേ? അതിന്റെ അടിയിൽ കൂടെ നനവ് വരും അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് ഒരു ചാക്കൊന്ന് പൊക്കി കാണിച്ച് കണ്ട, ഇതാണ് അതിന്റെ സിസ്റ്റം. ആ നൂല്, തിരുനൂല് ആണ് ഇതിനെ നനവ് വലിച്ച് മുകളിലോട്ട് കിടത്തുന്നത്. അപ്പൊ അത്ര നനവ് വേണ്ടോ? ഇതാണ് കർഷകർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് നനയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചെടികളെ കേടാക്കാണ്. ഇത്രയേ വേണ്ട. ഈ നനവ് മാത്രമാണ്, ഈർപ്പമാണ് ഇവർക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള സ്രോതസ്. അത് കൂടുതലായി കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു പോയാലൊക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയെ കേടാക്കും. ഈവൻ തെങ്ങിനും അതന്നെ സംഭവം. ഇതിനെന്താ പറയാ, ഇത് എൻ്റെ വീട്ടിലുണ്ട്. ഇതിന് പേര് ചെറിയ ഇതാണ്. പക്ഷെ ഷുഗറിനൊക്കെ കഴിക്കുന്നൊക്കെ പറയാറുണ്ട്. ഇത് നല്ല രസമാണ്. ഇതിന് ഭയങ്കര, എത്ര കിലോന് ഭയങ്കര വില എന്ന് പറഞ്ഞു? 800 രൂപ ഒരു കിലോന് ഈ ഫ്രൂട്ടിന് വിലയുണ്ട്. എൻ്റെ വീട്ടിൽ ആരോ വന്നപ്പോൾ പറഞ്ഞത് ഷുഗറിനൊക്കെ പറ്റിയ വളരെ പ്രഷ്യസ് ആയുള്ള ഒരു ചെടിയാന്ന് പറഞ്ഞു. പിന്നെ തുമ്പ നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ വളർത്തുന്നുണ്ട്. ഇതെന്താ സ്പോഞ്ചിലാണ് പിന്നെ ഇതിട്ട് അത് വിത്ത് മുളപ്പിക്കുന്നത്. സ്പോഞ്ചിൽ കുഴി കുത്തിയിട്ടാണ് ചെയ്യുന്നത്. കണ്ട, ഓൾറെഡി അങ്ങനെ വരുന്നത് സ്പോഞ്ചായിട്ട് ഇങ്ങനെ പീസ് കണ്ട. അപ്പൊ സ്പോഞ്ചിൽ വെള്ളം നനഞ്ഞു നിന്നോളും. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ്. അപ്പൊ നമുക്കെടുത്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ പൊട്ടിച്ച് പീസാക്കുകയും ചെയ്യാൻ. കണ്ട, ഹൈഡ്രോപോണിക്സിൽ ഉപയോഗിക്കാനല്ലേ? ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയൊരു ശേഖരം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ക്യാപ്സിക്കം വെച്ചിട്ട് അങ്ങനെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഈ ചുളിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിൻ്റെയോ ഒരു ഡെഫിഷ്യൻസിയാണ്. അപ്പം ഇങ്ങനെ കൈപ്പയ്ക്ക പന്തലുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ്റെ ചെറിയൊരു രൂപം. നിങ്ങൾക്ക് ആർക്കായാലും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 4-5 പൈപ്പ് അല്ലേ? 3-5 പൈപ്പാണ് അതിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പൊന്നാങ്കണി ചെയ്ത അതിൽ നിൽക്കുന്നുണ്ട്. ചെറിയൊരു പെർമിസിസിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ പെർമിസിസ് ആണ് കേട്ടോ. വളരെ ചെറിയ ഇതില്ലേ നമ്മളെ ചുണ്ടങ്ങ, ഭയങ്കര പോഷകം വിറ്റാമിനുള്ള ഒരു സംഭവമാണ് ചുണ്ടങ്ങ. ആദ്യം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അത് നെറ്റിയമ്മ കുത്തി പൊട്ടിക്കുക ചെയ്യുക. ഇപ്പോഴാണ് അതിൻ്റെ ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ ഔഷധ ഗുണം വാല്യുള്ളതുമാണ്. ഇത് നമ്മളിതല്ലേ, ശംഖുപുഷ്പം. ഒരു സൈക്കിൾ ടയർ അല്ല, ഒരു ഇതൊന്ന് ചുറ്റി വെച്ചിരിക്കുകയാണ്. ശംഖുപുഷ്പം 4 കളറുണ്ടെന്നാണ് പറയുന്നത് ആള്. നീല, വെള്ള, മഞ്ഞ, പിങ്ക് ഉണ്ട് അല്ലേ? ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും മറ്റുള്ള പല നീലയാണ് വെള്ളം, വയലറ്റ്. വെള്ളം തിളപ്പിച്ച് കുടിക്കും. പിന്നെ കോഴികളുടെ വേറൊരു ശേഖരം ഇവിടെ. RIR റോഡ് ഐലൻഡ് റെഡ് അല്ലേ? കുറച്ചും കൂടിയും പ്രതിരോധ ശേഷി കൂടുതലും മുട്ടക്കോഴികളല്ലേ? ഇവയ്ക്കൊക്കെ പെർ പീസിന് എത്ര വരുന്നുണ്ട് ജോഡി? അല്ലെങ്കിൽ ഇത് ഡേവോൾഡിന് 35 രൂപ റേഞ്ച് വരുന്നുണ്ട്. അത് ആ വെള്ള പുള്ളിയുള്ളത് 5 ഓമി അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയതാണ്, ഞാൻ വളരെ പണ്ട് എൻ്റെ വീട്ടിലും ഗിനിക്കോഴിയെ ഞാൻ വളർത്തിയിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കാണാൻ വേണ്ടിയിരുന്നു. അവന്മാർ എന്നെ കണ്ടപ്പോൾ ഉള്ളിലോട്ട് പോയി. ഗിനിയും കളകം കോഴി അല്ലേ? ഇത് ഗിനി. പിന്നെ മറ്റേ ഇവിടെയാണ് ഈ മറ്റെന്താ പറയുക, കരിങ്കോഴി ഉള്ളത് അല്ലേ? അതാ വരുന്നു മൂപ്പര്. ആദ്യം ഉള്ളി കയറി ശബ്ദം ഉണ്ടാക്കട പറഞ്ഞിട്ടുണ്ടാക്കിയുണ്ട്. കളകം എന്നാ പറയാ. മുട്ടകളൊക്കെ നോർമലി നാളെ ഉള്ളിൽ പോയിട്ട് എടുക്കുക ചെയ്യുക. കണ്ട, അവിടെ മുട്ടകളാണ് എടുക്കുന്നത്. പിന്നെ ഇപ്പം ഇത് വൈകിട്ടാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു പോകണം. ഒരാള് പേടിച്ചിട്ടാണ് അവരെ, പരിചയമില്ലാത്ത ആളെ കണ്ടപ്പം. ഒപ്പം നായ്ക്കളും എല്ലാതും ഉണ്ട്. ഇവരെ കാണാൻ ഭയങ്കര എന്താ ഒരു പേര്? സൈബീരിയൻ ഹസ്കി. നല്ല സ്നേഹ ഉണ്ടാവില്ല. ആ കാണുന്ന നല്ല ഭംഗിയുള്ള നായ്ക്കളാ. പക്ഷെ ഭയങ്കര പെറ്റാണ്. കണ്ടപ്പോ എനിക്ക് ഒരു പരിചയമില്ലാത്ത തന്നെ അവര് എത്രമാത്രം സ്നേഹിക്കുന്നത് നോക്ക്. ഇവർക്കൊക്കെ എത്രയാണ് കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ? 40,000 രൂപ. എക്സ്പെൻസീവ് ആണ് കേട്ടോട്ടാ. പശു എന്നൊക്കെ തന്നെ വില വരുന്ന ആ ബ്രീഡുകളാണ് ഇവര്. ഇവര് എന്താണ്, വോൾഫിന്റെ ക്രോസ് ആണ് അല്ലേ? അങ്ങനെയാണോ? ഇതിന്റെ പേരെന്താ? അടിക്കും. എന്താ പേര്?
പേര് വീടറില്ല ഒരു ഇത് നമ്മളെ എന്താണ് സ്നേഹമാണ് ഡയറ്റിൻ്റെ ക്രോസാണ്, നാടൻ ക്രോസ്. ആ വലുത് ഗിനിയുടെ അല്ല ടർക്കിയുടെ മുട്ട, വലുത് ചെറുത് ഗിനിയുടെ മുട്ട. കണ്ട കാലത്ത് എല്ലാം എടുക്കും. ഇതിപ്പോൾ ഈ നേരത്തെ ആകുമ്പോൾ അവരുടെ അങ്ങനെയാണല്ലോ. മോർണിംഗിൽ ആൾ നന്നായിട്ട് ഞാൻ മുൻപ് വന്നപ്പോൾ കണ്ടിരുന്നു ഒത്തിരി എടുത്തിട്ടുള്ള വിളവ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ, ഇത് ഗംഭീര സംഭവമാണ്. ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ ബൗണ്ടറി ആവുമെന്ന് കരുതി, പക്ഷെ ഇത് മീന് വേണ്ടിയിട്ട് കെട്ടിയെടുത്തിട്ടുള്ള വലിയൊരു തടാകമാണ് കേട്ടാ. കണ്ടല്ലോ, അത് ശരി, ഇത് തമാശകളിലുള്ളത്. ഇതെന്തപ്പത്? ഞാനിത് ബാക്കിലേക്കൊന്നും വന്നില്ല. അത് നോക്കിയേ, ഞാനിത് പവറമ്പിൻ്റെ അറ്റാണെന്ന് കരുതിയിരിക്കായിരുന്നു. ഇത് കണ്ട, ഇതൊക്കെ വലിയ കിണറാട്ടാ. എത്ര താഴ്ചയുണ്ട് ഇതിന്? 7 അടി. അപ്പോൾ 1 2 3 4 5 6 7 8 ഒരു ഷേക്കുണ്ട് തന്നെ. ഞങ്ങൾ 2 കൂട്ടരെയും വന്ന് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പം പുതിയത്. ഇപ്പം ഈ സീസണിൽ എന്ത് മിളക് അല്ലേ, മിളക്, ചീര വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇതെന്തായാലും ഭയങ്കര സംഭവം കേട്ടോ. നോക്കി, എനിക്ക് എടുക്കാൻ തന്നെ പറ്റില്ല, അത്രയും വലിയ മീനിൻ്റെ പൗണ്ടുകളാണ്. ഇതൊക്കെ എന്താ ഈ ഭിത്തി കെട്ടിയുള്ളത് എന്തുകൊണ്ടാ? നൈലോൺ കോട്ടണിൽ ഇറക്കിയിരിക്കുകയാണ്. അതിലാണ് അത് അല്ലേ എല്ലാം ഗ്രൗണ്ട് ചെയ്തുള്ളത്. ഇതിൻ്റെ വെള്ളം പുറത്ത് വിടലും കളയിലൊക്കെ എന്താ എങ്ങനെയാ? ഇതിൽ കൂടെ ചെയ്യും അല്ലേ? ഇതിൽ നിന്നുള്ള വെള്ളമാണ് നിങ്ങൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എത്ര താഴ്ച ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ അടിയിലത്തെ ഈ കിണറിന്? 1.5 അടി ഉണ്ടാവും. ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രസാദേട്ടൻ്റെ പ്രധാന കൃഷി വിശേഷങ്ങൾ. ആള് അരിമ്പൂർ കൃഷിഭവൻ്റെ അണ്ടറിലാണ് വരിക. അപ്പം നമ്മളുടെ ലക്ഷ്മി മാഡം ഒക്കെ ഇപ്പോൾ വലപ്പാട് കൃഷി ഓഫീസറാണ്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് അറിയും. കൃഷി അവാർഡൊക്കെ കിട്ടിയിട്ടില്ലേ? അവാർഡെല്ലാം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. വളരെ സൗമ്യനാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങൾക്കായാലും അസിസ്റ്റൻസിന് ചോദിക്കാൻ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫിഷറീസിൻ്റെയും അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം കിട്ടണമല്ലോ, അത്രയും വലിയ ഒരു സംഭവം ആൾ ചെയ്തിട്ടുള്ളത്. ഞാനത് ഒരു തൊട്ടും ഒരു വീട്ടിലൊരു കിണറങ്ങി ഉണ്ടാവും എന്നല്ലാതെ ഇത്രയും ഉള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു, സീ യു. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഫിഷറീസിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ടാങ്കിൻ്റെ മെയിൻ്റനൻസ്, ഏരിയേഷൻ മെയിൻ്റനൻസ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പ്രസാദേട്ടൻ്റെ പോലെ ഒരു വ്യക്തി നമ്മളെ ഗ്രൂപ്പിൽ ഉള്ളത് തന്നെ നമുക്ക് അഭിമാനിക്കാം. എന്തെങ്കിലും ആൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഞാൻ നിർബന്ധിച്ചാലാണ് ആൾ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ, സീ യു.